ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണിത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പത്തിന് നമ്മളിപ്പോൾ 1 കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തന്നെ ചോറ് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തുകൊണ്ട് 2 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വെള്ള കളറുള്ള ചോറ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ മട്ട റൈസൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പത്തിൻ്റെ കളർ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫൈനായിട്ട് തന്നെ തരിതരിപ്പൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ മനസ്സിലാവും. ഇഡ്ഡലി മാവ് പോലെ നല്ല തിക്കായിട്ടുള്ള മാവാണിത്. ഇത് കുറച്ച് ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മിക്സിയിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഷേക്ക് ചെയ്തിട്ട് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളം എടുത്തത് ഞാനെടുത്ത തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ചേർത്തത്. നിങ്ങളെടുത്ത തേങ്ങാപ്പാൽ ലൂസായില്ലെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദോശമാവ് പോലെ കുറച്ച് ലൂസായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ മാവ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ആ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാവ് 1 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ സമയമായി. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു തവയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഒരു സമയം തന്നെ നമുക്ക് 4 അപ്പം വരെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മാവ് ഒഴിച്ചതിന് ശേഷം കൂടുതൽ അങ്ങ് നൈസായിട്ട് പരത്തി കൊടുക്കണ്ട. ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതൊന്ന് ആറിക്കിട്ടുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ചിരണ്ടിയതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മുകൾ ഭാഗം വെന്ത് പോകുന്നതിന് മുന്നായിട്ട് ഇത് ചെയ്യണം. ഓപ്ഷനിലാണ്, കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. തവയിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഹോൾസ് വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുത്താൽ മതി. അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നൈസായിട്ടൊന്നും പരത്തി കൊടുക്കണ്ട. ക്യാരറ്റ് ഒഴിവാക്കാം കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒണിയൻ ഉത്തപ്പം പോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ നോൺ വെജിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അപ്പാണിത്.
എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്